ഗുഡ് പാരന്റിങ് ആൻഡ് ബാഡ് പാരന്റിങ് പല സിറ്റുവേഷൻസും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്ന് പാരന്റ്സിന് അറിയാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യമായിരിക്കും വഴക്ക് പറയാ, അടി കൊടുക്കുക, ദേഷ്യം കാണിക്കുക എന്നൊക്കെ. പക്ഷെ ഒരിക്കലും നിങ്ങൾ കുട്ടികളോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ അത് അവർക്ക് നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് നിങ്ങൾ അവർക്ക് കൊടുക്കണം. ഒരിക്കലും പാരന്റ്സിനെ പേടിച്ചല്ല കുട്ടികൾ ജീവിക്കേണ്ടത്. ചില പാരന്റ്സ് എങ്കിലും വിചാരിക്കും എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ അടി വഴക്കൊക്കെ കൊടുത്താലായിരിക്കും അവർക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ടാവുക എന്നാണ്. പക്ഷെ അത് അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നാലും നിങ്ങളോട് ഷെയർ ചെയ്തില്ല. ആൻഡ് ഓൾസോ പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ബോണ്ടായിരിക്കും അവിടെ കുറയുന്നുണ്ടാവുക. പല പാരന്റ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് കമ്പാരിസൺ. മറ്റേ കുട്ടിക്ക് ഇത്രയും അറിവില്ല, നിനക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല, പ്ലീസ് ഡോണ്ട് കമ്പയർ വിത്ത് അതർ സ്റ്റുഡൻസ്. ആൻഡ് ഓൾസോ ചില പാരന്റ്സ് ചില സമയത്ത് അവരുടെ ഇമോഷൻസ് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. നിനക്ക് ഞാൻ അത് ചെയ്തു തരുന്നില്ല, ഇത് ചെയ്തു തരുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ. ഒരിക്കലും കുട്ടികളോട് ഇങ്ങനെയൊന്നും പറയാതിരിക്കുക. മേ ബി നിങ്ങളുടെ ഫീലിങ്സിലായിരിക്കാം നിങ്ങൾ അവരോട് അത് പറയുന്നത്, പക്ഷെ കുട്ടികളുടെ മനസ്സിൽ അത് ഭയങ്കര പെയിൻ ആയിട്ട് എപ്പോഴും അവിടെ തന്നെ കാണും. ഈ പറഞ്ഞ ഇത്രയും സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി ബാഡ് പാരന്റിംഗിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. ഗുഡ് പാരന്റിംഗ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് അവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ അവർക്ക് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾ കേട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പാരന്റ്സും കുട്ടികളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. പാരന്റ്സ് ഇങ്ങനെ ചെയ്താൽ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ഫസ്റ്റ് പ്രയോറിറ്റി അവർ നിങ്ങൾക്കായിരിക്കും തരുന്നുണ്ടാവുക. അവരുടെ ലൈഫിൽ എന്ത് പ്രോബ്ലംസോ മിസ്റ്റേക്സോ ഉണ്ടായാലും നിങ്ങളടുത്ത് അത് ഷെയർ ചെയ്യാൻ അവർ ഇഷ്ടപ്പെടും. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ചിൽഡ്രൻസ് ആൻഡ് ദയർ ഫീലിംഗ്സ്.